ഈ ഇലക്ഷൻ പ്രവർത്തനത്തിൻ്റെ ഇത്രയും 2 മാസത്തോളം നടന്ന ഇലക്ഷൻ പ്രവർത്തനത്തിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം ഇന്ന് ഇപ്പോൾ സമാപിച്ചിരിക്കുകയാണ്. ഞാൻ മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും ഇന്ന് അവസാനത്തെ പര്യടന പരിപാടികൾ കഴിഞ്ഞ ശേഷമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇതുവരെ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ എനിക്ക് എൻ്റെ ഇവിടെയുള്ള പത്രപ്രവർത്തകരോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, 2019 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെട്ടൊരു സീറ്റാണ്. ഈ 2019 പരാജയപ്പെട്ട ഈ സീറ്റിൽ അന്ന് എനിക്ക് തോന്നുന്നു 92,000 വോട്ടിന് പരാജയപ്പെട്ട സീറ്റാണ്. ഞാൻ 100% ഉറപ്പിച്ചും പറയുന്നു, ഈ 2024 ഇലക്ഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ നല്ല ഭൂരിപക്ഷത്തോടു കൂടിയുള്ള വിജയം ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ടും പത്രപ്രവർത്തകരോട് പറയാനുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ 4ാമത്തെ തവണയാണ് ഇപ്പോൾ ഇലക്ഷനിൽ മത്സരിക്കുന്നത്. 3 തവണയും ഞാൻ ജയിച്ച ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. ഈ 4ാമത്തെ ഇലക്ഷനിൽ എനിക്കുള്ള അനുഭവം ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളേക്കാൾ കൂടുതലായി ഇത്രയും വലിയൊരു ജനകീയമായ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ നിന്നും ഒരു സ്വീകാര്യത ഉണ്ടായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്നെ സംബന്ധിച്ചുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ വളരെ ആത്മവിശ്വാസത്തോടെ പറയാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയം ഉണ്ടാവും എന്ന് മാത്രമല്ല, ഇവിടെ മതവർഗീയ ശക്തികൾക്കും അതോടൊപ്പം തന്നെ അവസരവാദ രാഷ്ട്രീയത്തിനുണ്ടാകാൻ പോകുന്ന ഏറ്റവും മാതൃകാപരമായ ഒരു തിരിച്ചടി ഉണ്ടാവുന്ന മണ്ഡലമായിരിക്കും ഈ തൃശ്ശൂർ മണ്ഡലം. കേരളത്തിലെ പത്രമാധ്യമങ്ങൾ മാത്രമല്ല, ലോകത്തിലെ തന്നെ പല ഇൻ്റർനാഷണൽ മീഡിയകളും ദേശീയ മാധ്യമങ്ങളൊക്കെ ഈ മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം, ഇവിടെ ഒരു ത്രികോണ മത്സരം നടക്കുന്നു എന്നുള്ള നിലയിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. സത്യം തന്നെയാണ്, ത്രികോണ മത്സരം നടക്കുന്നുണ്ടെന്ന് സത്യം തന്നെയാണ്. പക്ഷേ ഇവിടെ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഒരു രാഷ്ട്രീയ മത്സരം നടത്തുന്നതിനല്ല ഇവിടെ ചില മുന്നണികൾ ശ്രമിക്കുന്നത്. നമ്മുടെ മണ്ഡലത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ എത്തിക്സ് ഇല്ലാത്ത തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ, അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവസാനം ഉണ്ടായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശിവരാമപുരം കോളനിയിൽ, തൃശ്ശൂർ മണ്ഡലത്തിലെ ശിവരാമപുരം കോളനിയിൽ BJPയുടെ ഒരു സജീവ പ്രവർത്തകൻ എല്ലാ വീടുകളിലും പൈസ കൊണ്ടു കൊടുക്കുകയാണ്. അതായത് ഇവിടെ BJP അടക്കമുള്ള മുന്നണികൾ, പ്രത്യേകിച്ച് BJP ആദ്യം അവരുടെ നോമിനേഷൻ കൊടുക്കുമ്പോൾ ആദ്യം കൊടുത്തത് VS സുനിൽകുമാർ സ്ഥാനാർത്ഥിയാകും എന്ന് മനസ്സിലാക്കി